നടൻ വിനായകന്റെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് അന്വേഷിക്കാൻ ഡിജിപിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വിവരങ്ങൾ ഷിനോജ് എസ് ടി നൽകും. ഷിനോജ്, ഉമ്മൻചാണ്ടി മരിച്ച സമയത്തും വിനായകനൊരു അധിക്ഷേപ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ അധിക്ഷേപം ആവർത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിനായകന് നേരെ വരുന്നത്. മറ്റു പരാതികളും വിനായകനെതിരെ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമ്പോൾ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഹിമ, ഇന്ന് രാവിലെയാണ് നടൻ വിനായകൻ ഇത്തരത്തിൽ അധിക്ഷേപ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതായാലും വിനായകൻ ഇത് ചോദിച്ചു വാങ്ങിയതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വിനായകൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എന്നെ എല്ലാ സമയത്തും ഇങ്ങനെ താങ്ങി നിർത്താനും രക്ഷിക്കാനും ആൾക്കാരുണ്ടാകും എന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടിയെ പറഞ്ഞപ്പോൾ വിനായകൻ വലിയ തടിക്ക് കേടൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് അത് കിട്ടേണ്ടത് തന്നെയാണെന്ന് ഒരു വിഭാഗം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വിനായകൻ വിചാരിച്ചത് എന്താ, എനിക്കിവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്, ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് വിനായകൻ വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വി എസിന്റെ കാര്യം വന്നപ്പോഴേ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യവും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വിനായകന്റെ ആ പഴയ ഓർമ്മയുണ്ടല്ലോ, എന്റെ തന്ത ചത്തു, അതുപോലെ തന്നെ വി എസ് ചത്തു, ഉമ്മൻചാണ്ടി ചത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പഴയ സാധനം അത് വീണ്ടും എടുത്ത് പുറത്തിട്ടു. അത് മുന്നിലേക്ക് തുറന്നു കാട്ടിയ മറ്റൊരാളുടെ മകളെ പോലും അപമാനിച്ചു എന്നാണ് പറയുന്നത്. അയാളുടെ മകളുടെ DP ആക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ വിനായകൻ അയാൾക്ക് അയച്ചു കൊടുത്തു സമൂഹ മാധ്യമത്തിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് വേറെയും ഉണ്ട്. ഏതായാലും നമ്മുടെ വിനായകന് കുറച്ചു കാലം ഇനി അകത്ത് കിടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നേരിട്ടാണ് DGPയെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കേസ് അത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ വിനായകൻ എന്ന് പറയുന്നത് ഒരു പൊതുശല്യം തന്നെയാണ്. അയാൾ നടനാകാം, അയാൾ എന്താ പറയേണ്ടത്, എല്ലാം അയാൾ പറയുന്നത് തന്നെ. പക്ഷെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പൊതുജനങ്ങൾക്ക് അയാൾ ഒരു ശല്യം തന്നെയാണ്, ഒരു അഹങ്കാരി തന്നെയാണ്. അല്ലാതെ അയാളെ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടുമല്ല ഇതുപോലെ കുരക്കുന്നത്. അയാളുടെ ഉള്ളിലേക്ക് പോകുന്ന മറ്റേവനോ ഇല്ലെങ്കിൽ വേറൊരുത്തനോ ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളൊക്കെ വിചാരിക്കും അയാളുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ അയാൾ അതുപോലെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ബേർഡനൊക്കെ സംസാരിക്കുന്നില്ലേ അതേപോലെ സംസാരിക്കുന്നതാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല, ആളുടെ ഉള്ളിലുള്ള ആ ഒരു വിദ്വേഷം, ആ ഒരു വിഷമം ഇത് തന്നെയാണ് ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു വരുന്നത്, വേറെ ഒന്നുമല്ല. നമ്മളെല്ലാവരും വിനായകനെ കണ്ടതാണ്. വിനായകന്റെ പരാക്രമങ്ങൾ നിരവധി തവണ കണ്ടതാണ്. വിനായകന്റെ വീടിനടുത്ത് താമസിക്കാൻ പോലും ഇന്ന് ആൾക്കാർക്ക് ഭയമാണ്. കാരണം എന്താ വെച്ചാൽ ഏത് സമയത്താണ് ഇദ്ദേഹം പലതും വിളിച്ചു പറയും, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ തുണിയില്ലാതെ ഡാൻസ് കളിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദിവസം അവാർഡ് കിട്ടിയിട്ട് എല്ലാ പത്രക്കാരും ഇയാളുടെ വീട്ടിലേക്ക് പോയപ്പോഴേ സ്വന്തം അമ്മയെ തന്നെ അപമാനിച്ച ഒരു വ്യക്തിയാണ് വിനായകൻ എന്ന് പറയുന്നവൻ. എന്നിട്ട് ഇവൻ പറയുന്ന ന്യായം എന്താണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്, അതായത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നവ്യ നായർ അടക്കമുള്ള നടിമാരെ ഇരുത്തിയിട്ട് സ്ത്രീകൾക്കെതിരെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ പോകുന്നത് എന്റെ പൈസ കൊണ്ടാണ് എന്നുള്ള തരത്തിൽ എല്ലാ സ്ത്രീകളെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത്. അതും ഒരു നടിയാടി ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഇനി നടീന്ന് വേണ്ട, കൂടെ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തക എന്നുള്ള ഒരു ഇതുപോലും കൊടുക്കാതെ വളരെ മ്ലേച്ഛമായ രീതിയിൽ. പക്ഷെ വിനായകൻ എന്നും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. കാരണം വിനായകൻ എന്നും പറയാം, വിനായകൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ആരും ഒന്നും പറയത്തില്ല, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും. വിനായകനല്ലേ വിനായകൻ, വിനായകൻ എവിടെ നോക്കിക്കഴിഞ്ഞാലും വിനായകൻ. ഇന്നലെ ഇപ്പോഴും വി എസിന്റെ ആ ഒരു പ്രശ്നത്തിനും എല്ലാവരും ഉറ്റുനോക്കിയത് വിനായകൻ എന്താണ് പറയുക എന്നാണ്. വിനായകൻ പറയുന്നതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇടാൻ ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ വിനായകനെ എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ ഒരു വലിയൊരു ഇതുണ്ട്, അയാൾക്ക് ഇത് പറയാനുള്ള ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് നമ്മളെപ്പോലെയുള്ളവരൊക്കെ കേട്ടിരിക്കണം, അയാൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ നമ്മളെല്ലാവരും കണ്ടിരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് ഒരു എതിരി, അതായത് അതിനൊരു തടയിട്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിന്റെ DGPയും. കാരണം കൃത്യമായിട്ടും വിനായകനെ അടച്ച് ജയിലിൽ അടക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള പൊതുശല്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അവൻ ഏത് വലിയ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചാലും ശരി, ജനങ്ങൾക്ക് ശല്യമാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ശല്യമാണ്, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് ശല്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും അവനെ വെച്ചേക്കത് അവന് ഉള്ളിൽ പിടിച്ചിടണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഷോ ഓപ്പ് കേരളത്തിൽ മാത്രമല്ല, ഈ ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമ ഹിറ്റായപ്പോഴേ ഇവൻ എല്ലാ നാട്ടിൽ പോയി കഴിഞ്ഞാലും അറിയാം.
അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരവും അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഗോവയിലൊക്കെ പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എയർപോർട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് കണ്ടു. ഇതൊക്കെ വന്നു വീഴുന്നത് മലയാളികളുടെ തലയിൽ തന്നെയാണ്. കാരണം മലയാളികളായ വിനായകൻ, മലയാളികളുടെ വിനായകൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ നാണക്കേടായ ഇവനെ പോലെയുള്ള ഈ പരമ സിയെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ജയിലിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദൈവം അർഹിക്കുന്നില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഇവൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഉമ്മൻചാണ്ടിനെ പറഞ്ഞുകൊണ്ട് എന്നെ പോലെ CPM എടുത്ത് ഇതാക്കാനുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം VS അച്യുതാനന്ദനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം ഇനി പോയില്ലേ, ഇനിയിപ്പോഴും പറഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ലേ എന്നൊക്കെയാണ് ഇയാൾ കരുതിയത്. ഏതായാലും നമ്മുടെ ഇപ്പം എന്താ പറയേണ്ടത്, എല്ലാ തരത്തിലും ഇവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇവൻ കുറച്ച് വെള്ളം കുടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പെട്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു രക്ഷയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയന്ന് പറിച്ചിട്ടാണ് ഉള്ളത് ആശാൻ. അതായത് ഇവൻ കൃത്യമായിട്ട് ഇപ്പോൾ അവന് മനസ്സിലായി, എന്നെ രക്ഷിക്കാൻ ആരും വരുത്തില്ല, ഞാൻ കുറച്ചൊരു കടന്ന കൈയല്ലേ ചെയ്തത് എന്ന് ചോദിച്ചു വാങ്ങിക്കുകയാണ്. അതായത് എനിക്കെന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതായത് അതിൽ പാർട്ടി രാഷ്ട്രീയമില്ല, മതമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് ഈ വിനായകൻ എന്ന് പറയുന്നവൻ. അവനൊരു പൊതുശല്യം തന്നെയാണ്. അവൻ്റെ വീട്ടുകാർക്ക് വരെ ശല്യമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവൻ്റെ വീട്ടുകാരോട് വരെ അവൻ സംസാരിക്കുന്ന ഈ രീതിയിലായിരിക്കും. നമ്മളെല്ലാവരും കണ്ടതല്ലേ, അവൻ ഫ്ലാറ്റിൽ നിന്നൊക്കെയുള്ള അവൻ്റെ തുണി പറിച്ചടിയും പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇത് കാണാനും ഇതിനാണോ നമ്മളൊക്കെ നിൽക്കുന്നത്? വേറെ ഏതെങ്കിലും നാട്ടുകാരാണെങ്കിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മുളകുണ്ടല്ലോ, അതെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തേനെയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവൻ്റെ ഒരു അവൻ്റെ സിനിമാതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വെച്ചാൽ മതി. അല്ലാതെ പൊതുജനങ്ങളുടെ മേലേക്ക് കയറേണ്ട ഒരു ലൈസൻസ് ആയിട്ട് ഇത് കണക്കൂട്ടരുത്. അവൻ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പൈസയും വാങ്ങിച്ചിട്ടുണ്ടാകും. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വർമ്മൻ തന്നെയാണ്, വർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രം എന്നെ വിട്ട് പോകുന്നില്ല, ഇപ്പോഴും ഞാൻ വർമ്മനായിട്ട് തന്നെ ജീവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ നടക്കൂല. ഇനി അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് കുറച്ച് ജീവിച്ചോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു മണ്ടൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ബുദ്ധിയില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ചെയ്യോ? വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവിടെ VSന്റെ അടുത്ത് പോയിട്ട് പിന്നെ ധീര നേതാവ് ധീരതയോട് നിമരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തുക, അതിനുശേഷം അതിന് ഇമാതിരി തോന്നിവാസം ഇടുവോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന് ചെറിയ എവിടെയോ എന്തോ ഉണ്ട്. അത് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഇവനെ പോലെയുള്ള ചില ടീമുകൾ, അതായത് ഇതുപോലെയുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത്, തമ്പ്രാമാരാണ് അറസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വരും. അത് ഉറപ്പാണ്. കാരണം ഇവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇവൻ പുണ്യാളനൊന്നുമല്ല. ഇവൻ എല്ലാവരെയും ദ്രോഹിക്കുന്നവനാണ്. ഇവൻ ഒരു തരത്തിലൊന്നും പറഞ്ഞാൽ ഇവന്റെ അയൽവാസികളെ പോലും വെറുതെ വിടാറില്ല. അങ്ങനെ എല്ലാവർക്കും പൊതുശല്യമായ ഇവരെ പോലെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്ത നമ്മുടെ ബഹുമുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങളാണ് പറയുന്നത്. അതായത് തന്റെ സ്വന്തം പാർട്ടിക്കാരനാണെങ്കിലും അവരെയൊക്കെ പിടിച്ച് ജയിലിലിടേണ്ട ഒരുപാട് എന്താ പറയുക കാലം കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും അല്ല, ഇതിന് മുൻപേ തന്നെ പിടിച്ച് ജയിലിടേണ്ടതാണ്. ഇതുപോലെയുള്ളവനൊക്കെ എന്തിന് നാടിനെ പറയാൻ വേണ്ടിയിട്ടാണ്? എന്തൊരു മനുഷ്യനായവനൊക്കെ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് എന്ത് തോന്നിവാസം ചെയ്തതിന് ശേഷം വന്നിട്ട് ന്യായീകരിക്കുക, അങ്ങനെയുള്ള ഒരുത്തനാണ്. അവൻ്റെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുമായിരുന്നു ഓൻ ഒരു വലിയ നടനാന്ന വിചാരം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഞാൻ ഇവൻ്റെ പടം കാണത്തില്ല, നിങ്ങളും കാണരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവൻ്റെ പടം ഇവൻ തന്നെ കൊണ്ടുപോയിട്ട് പൂട്ടി വെച്ചിട്ട് കാണട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓരോ ലൈക്കും ഓരോ കമൻറ്റും, അതായത് അവന് കൊടുക്കുന്ന ഓരോ ഇതാകട്ടെ അത്. നന്ദി, നമസ്കാരം.